21 ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളും UDF നേടി. നേരത്തെ വോട്ടവകാശമുണ്ടായിരുന്ന 354 സംഘങ്ങളും ഹൈക്കോടതി വഴി വോട്ടവകാശം നേടിയെടുത്ത 198 സംഘങ്ങളുമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കിലെ കഴിഞ്ഞ 44 വർഷത്തെ LDF ഭരണത്തിന് ഇതോടെ അവസാനമായി. തങ്ങളുടെ ഇഷ്ടാനുവർത്തികളായ ഏതാനും സംഘങ്ങൾക്ക് മാത്രം അഫിലിയേഷൻ നൽകി കൈപ്പിടിയിൽ ഒതുക്കിയ ഈ സഹകരണ സംഘം ജനാധിപത്യ മാർഗത്തിൽ നിഷ്പക്ഷതയിൽ സുതാര്യതയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ UDF വമ്പിച്ച വിജയം കൈവരിച്ചിരിക്കുകയാണ്. കള്ളവോട്ട് രേഖപ്പെടുത്തിയതും വോട്ടെണ്ണലിൽ കൃത്രിമം കാണിച്ചതുമാണ് പരാജയത്തിന് കാരണമെന്ന് LDF ആരോപിച്ചു. എന്തു വന്നാലും നേരിടാൻ ഒരുങ്ങി നിന്ന തിരുവഞ്ചൂരിന്റെ പോലീസിനെ മുൻനിർത്തി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയായിരുന്നു. വീണ്ടും വോട്ടെണ്ണണമെന്നാവശ്യപ്പെട്ട് ഇവർ റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകി. ഇന്ന് കള്ളവോട്ട് ചെയ്തിട്ടാണ് ഇവരിപ്പം വിജയിച്ചെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൌണ്ടിംഗിൽ പോലും കൃത്രിമം കാണിച്ചിരിക്കുകയാണ് ഉദ്യോഗസ്ഥന്മാർ. KPCC ജനറൽ സെക്രട്ടറി N. സുബ്രഹ്മണ്യൻ നേതൃത്വം നൽകുന്ന UDF പാനലും മുൻ സംസ്ഥാന സഹകരണ ബാങ്ക് പ്രസിഡന്റ് M. മെഹബൂബ് നേതൃത്വം നൽകുന്ന LDF പാനലും തമ്മിലാണ് മത്സരം നടന്നത്. ഇന്നലെ വോട്ടെടുപ്പ് നടന്ന പത്തനംതിട്ട ജില്ലയിൽ UDF വിജയിച്ചു. നേരത്തെ തെരഞ്ഞെടുപ്പ് നടന്ന മുഴുവൻ ജില്ലകളിലും UDF പാനൽ വിജയിച്ചിരുന്നു. ഇന്ന് പാലക്കാട് ജില്ലയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പോടെ സംസ്ഥാന സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും. ഇന്ത്യ വിഷൻ, കോഴിക്കോട്.